ഹലോ ഗൈസ്, വെൽക്കം ടു എന്റെ പഴയ കൊട്ടാരം. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു അതിമനോഹരമായ ഒരു ഗ്രാമം. ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ ചതിക്കത്ത് ചെന്നത് ഈ ട്യൂണുണ്ട്. വരെയൊക്കെ കയറി ചെല്ലുമ്പോ തന്നെ ഈ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടും. സിറ്റ് ഔട്ടിലുള്ള ഈ 3D പെയിന്റിംഗ് എങ്ങനെയുണ്ട്? കൊറോണ ടൈമിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ യൂട്യൂബ് നോക്കി ഞാൻ എന്റെ കാക്കാരിമാടെ വരച്ചതാണ്. വരത്തെ ഹാളാണ് ഈ കാണുന്നത്. ഇതായിരുന്നു എന്റെ ബെഡ്റൂം. 10ാം ക്ലാസ് കഴിയണവരെ ഇവിടെ തന്നെ ആയിരുന്നു. കുറെ കാലം വെള്ളം കുടിച്ച കിണറാണ് ഈ കാണുന്നത്. പണ്ടത്തെ പൊട്ടത്തരത്തിൽ കുറച്ച് ഗപ്പികൾ കിണറ്റി കിട്ടതാണ്. അതിന്റെ ശേഷം കോർണർക്കൊക്കെ ഗപ്പിവെള്ളം കിട്ടും. പേരന്റെ മെരുത്തിരുന്നാൽ തന്നെ ട്രെയിനിലൊക്കെ ഇങ്ങനെ പോണ. ഹൈലൈറ്റ് എന്താ വെച്ചാൽ കൊട്ടാരത്തിന്റെ ബാക്കിൽ തന്നെ പുഴയാണ്. മീൻ പിടിക്കാൻ പുഴയൊക്കെ കറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു. ഈ പോണരൊക്കെ ഇവിടുത്തെ മെയിൻ മുക്കുമാരാണ്. ഇപ്പൊ അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ മാഞ്ഞൂർപ്പാലുണ്ട് കാണാം. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു കുളിക്കടവുണ്ട്. ഇപ്പൊ അവിടെ പോയിട്ട് വീട് എടുക്കുന്ന ബക്കറ്റോട് തലക്കൊന്ന് കിട്ടും. 24 ന്യൂസിനൊക്കെ കടത്തി വിട്ടുന്ന കുളിക്കടവായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ഗപ്പിക്കൊള്ളാണ് ഈ കാണുന്നത്. മതിലിന്റെ അരുവത്ത് പോയി ഉണ്ടാക്കിയാലും മതിലൂടെ അതും പോയി. പണ്ട് മുതലേ പയ്യനെ മേക്കണ മുതലാണ് ആയിരിക്കും. പള്ളം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പറയും. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പള്ളം പള്ളി. 2ാം ക്ലാസ് വരെ ഇവിടെ മദ്രസ പഠിച്ചു. ഈ നാട് മൊത്തം പണ്ണന്മാര് കൈകയറിക്കൊണ്ടിരിക്കുകയാണ്. ആകെയുള്ള 2 സൂപ്പർ മാർക്കറ്റാണ്. ഒന്ന് അത്തലാക്കാന്റെ സൂപ്പർ മാർക്കറ്റും മുമ്പത്താന്റെ പീടി. ഫ്രൂട്ട്സിനൊക്കെയാണ് ഈ പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമാണ്. ജെറി വരെ നമുക്ക് ഇവിടുന്ന് കിട്ടിയായിരുന്നു. ഉസ്മാൻ ആഷിഖ് മൻസിയൊക്കെ കളിച്ച് പറഞ്ഞ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ആൾക്കാരെ താമസമില്ലാത്ത പേരുകളൊക്കെ വിൽക്കാൻ തുടങ്ങി. ആകെയുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ വണ്ടി ഇപ്പുറം കിടക്കും. അതുകൂടി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും പോകില്ല. റെയിലിന്റെ അപ്പുറത്ത് ടൂർണമെന്റ് ഒക്കെ നടത്തിയിരുന്ന ഗ്രൗണ്ടാണ്. കളിക്കാൻ ആരില്ലാത്ത അതിന്റെ കോലപ്പ് എങ്ങനെയാണ്? ഇത്രയുള്ളൂ. ഫോളോ നടത്തോളിലാണ്. അപ്പൊ ശരി.